പുനർനിയമനം നൽകിയ ഉദ്യോഗസ്ഥരുടെ ശമ്പള വിവരം മറച്ചുവെച്ച സർക്കാർ വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. ക്യാബിനറ്റ് റാങ്കിൽ വരെ വിരമിച്ച ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിയ ശേഷമാണ് സർക്കാരിന്റെ ഒളിച്ചുകളി. വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, മിഷനുകൾ എന്നിവിടങ്ങളിൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷവും പുനർനിയമനം ലഭിച്ചവരെക്കുറിച്ചായിരുന്നു നിയമസഭാ ചോദ്യങ്ങൾ. കരാർ, റീ എംപ്ലോയ്മെന്റ് വ്യവസ്ഥകളിൽ നിയമനം ലഭിച്ചവരെക്കുറിച്ചും അവർക്ക് നൽകിയിട്ടുള്ള വേതന അലവൻസുകൾ എന്നിവ വ്യക്തമാക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. IPS, IAS കേഡറുകളിൽ നിന്ന് വിരമിച്ച എത്ര പേർക്ക് റീ എംപ്ലോയ്മെന്റ് വ്യവസ്ഥയിൽ നിയമനം നൽകിയെന്നും തസ്തികയും ഓഫീസും ശമ്പളവും വ്യക്തമാക്കണമെന്നും രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇത്തരം നിയമനങ്ങളിൽ പ്രതിവർഷം ഖജനാവിൽ നിന്ന് ചെലവാകുന്ന പണത്തെക്കുറിച്ച്. 3 ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് ഒരേ മറുപടി: വിവരം ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി, ഒപ്പം കിഫ്ബിയിലും ചുമതല. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ, K ജയകുമാർ IAS, മുൻ DGP ലോക്നാഥ് ബെഹ്റ, ADGP ആയിരുന്ന B സന്ധ്യ തുടങ്ങി സർക്കാർ പുനർനിയമനവും വൻ ശമ്പളവും നൽകിയവരുടെ പട്ടിക വളരെ വലുതാണ്. മുഖ്യമന്ത്രി നേരിട്ട് നിയമനം നൽകിയ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളാണ് സർക്കാർ മറച്ചുപിടിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. ജനം, തിരുവനന്തപുരം.